പ്രിയപ്പെട്ടവരെ, ലോക പോലീസിന്റെ കഥ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് CNN റിപ്പോർട്ട് ചെയ്യുകയാണ്. അമേരിക്കയുടെ സ്ട്രൈക്ക് മിസൈൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഉപയോഗിച്ച് സ്ട്രൈക്ക് മിസൈലുകൾ ഏകദേശം 45% ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ താഡ് ഇന്റർസെപ്റ്റർ ഏകദേശം 50% 50% ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 50% പാട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈലുകൾ ഇത് തീർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ ക്രൂസ് മിസൈലായ ടോമഹാക്ക് പോലുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ അതിന്റെ 20 മുതൽ 30% വരെ സ്റ്റോറേജ് തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് പരിഹരിക്കണമെങ്കിൽ 3 മുതൽ 5 വർഷം വരെയെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ചൈനയുമായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അമേരിക്കക്ക് അറിയില്ല. കാരണം അത്രയും വലിയ വെപ്പൺസിലുള്ള പ്രതിസന്ധിയാണ് അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടെ ടോട്ടലി സ്റ്റോറേജിന്റെ 50% ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഇനിയും ഇറാനുമായിട്ടുള്ള യുദ്ധം എങ്ങനെ നടക്കും? അത് 1 മാസവും കൂടെ നീണ്ടു നിന്നാൽ തീർച്ചയായും പൂർണ്ണമായും ശൂന്യതയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വെടിനിർത്തുന്നത്. ഈ വെടിനിർത്തലിലൂടെ ഇതങ്ങനെ യുദ്ധം അവസാനിക്കാനാണ് ട്രംപ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചിരുന്നത്, കരുതിയിരുന്നത്. അതുകൊണ്ടാണ് വെടിനിർത്തലിന്റെ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ട്രംപ് വെടിനിർത്തൽ നീട്ടിയിരിക്കുകയാണ്. എത്ര കാലം വരെയാണ് നീട്ടിയത് ഇത് കൃത്യമല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ലോകത്തുള്ള സ്വാധീനം ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. മാത്രമല്ല അവര് രാഷ്ട്രീയപരമായും സൈനികപരമായും വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ തന്നെ അവസാനിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ട്രംപ് സാധാരണ പറയും പോലെ തന്നെ പാകിസ്ഥാൻ ഒന്നുകൂടെ നീട്ടിത്തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ പ്രതികരണം വരട്ടെ എന്നാണ്. ഇറാൻ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക അവരുടെ ഉപരോധം എപ്പോഴാണോ ഒഴിവാക്കുന്നത് ആ സമയം മുതൽ മാത്രമേ ചർച്ചയെക്കുറിച്ച് ആലോചന തന്നെ ഉള്ളൂ എന്നാണ്. അതേസമയം ഇപ്പോഴും ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുകയാണ് ഇറാൻ കപ്പലുകൾക്ക്. അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാനിൽ നിന്ന് പ്രതികരണം കാത്തുനിന്ന് വെടിനിർത്തൽ നീട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ്. എന്നാൽ ഇറാനിൽ നിന്നുള്ള പ്രതികരണം കാത്ത് യഥാർത്ഥത്തിൽ ട്രംപ് വെടിനിർത്തൽ നീട്ടുന്നത് അത് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളുടെ ഭാഗമാണ്. അത് പാകിസ്ഥാന് മേൽ വെച്ചുകെട്ടുകയാണ്. യഥാർത്ഥത്തിൽ ട്രംപിന് ഇനി യുദ്ധം എന്നത് വലിയ ഭീതിയുള്ള കാര്യമാണ്. ഇനി ഒരു പക്ഷേ ട്രംപിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന കാര്യം വ്യക്തമാണ്.